ബിഗ് ബോസിലൂടെ വൻ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞ വ്യക്തിയാണ് റിയാസ് സലീം. LGBTQ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന റിയാസിന് നേരെ വ്യാപക സൈബർ ആക്രമണവും ഒരു കാലത്ത് വന്നിട്ടുണ്ട്. റിയാസ് സലീമിന്റെ മേക്കപ്പ് വീഡിയോകൾക്ക് നേരെ ട്രോളുകളും വരാറുണ്ട്. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് മുന്നോട്ടു പോകാൻ റിയാസ് സലീമിന് സാധിക്കുന്നു. കുട്ടിക്കാലം മുതൽ നേരിട്ട ബുള്ളിയിങ്ങിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് റിയാസ് സലീം. ഫറാസ് ഷിബ്ലയുമായുള്ള അഭിമുഖത്തിലാണ് റിയാസ് മനസ്സ് തുറന്നത്. കുട്ടിക്കാലത്തെ മറക്കാനാകാത്ത ഒരു അനുഭവം റിയാസ് സലീം പങ്കുവച്ചിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാർ കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കേണ്ടത് മനുഷ്യൻ ചെയ്യേണ്ട അടിസ്ഥാന കാര്യമാണ്. ഞാൻ കുറെ കാര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് വേണ്ടി നിന്നവരുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ ബസ്സിലായിരിക്കും വരുന്നത്. വീടുള്ള ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ സ്കൂൾ ബസ് ഡ്രൈവർ ഉൾപ്പെടെ ബസ്സിലുള്ള എല്ലാവരും എന്നെ ഓരോ പേര് വിളിച്ച് ബുള്ളിങ് ചെയ്ത് അലറി. അടുത്ത ദിവസം ഹെഡ് മിസസിന്റെ അടുത്ത് പോയി പരാതിപ്പെട്ടു. സ്കൂളിലുള്ള എല്ലാ ക്ലാസ്സിലേക്കും അവരെന്നെ കൊണ്ടുപോയി. ഇതെന്റെ കുട്ടിയാണ്, ഇവനെ ഒന്നും ചെയ്യാൻ ധൈര്യപ്പെടരുതെന്ന് പറഞ്ഞു. അത് തനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്നും റിയാസ് വ്യക്തമാക്കി. തന്റെ ബന്ധുക്കളെക്കുറിച്ചും റിയാസ് സംസാരിച്ചു. ബിഗ് ബോസിലെ തുടക്കനാളുകളിൽ എല്ലാവർക്കും തന്നോട് വെറുപ്പായിരുന്നു. വലിയ ബുള്ളിയിങ് ആയിരുന്നു. ബാപ്പ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇതൊക്കെ നടക്കുമ്പോഴും കുടുംബത്തിൽ ആരും നോക്കുന്നില്ല. ഷോ തീരാറായപ്പോഴേക്കും ആളുകൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ കുടുംബത്തിന് ഞങ്ങളുടെ കുട്ടിയാണെന്ന ചിന്തയായി. ബിഗ് ബോസിൽ നിന്നിറങ്ങിയപ്പോൾ എല്ലാവരും എൻ്റെ കാര്യത്തിൽ അഭിമാനിച്ചു. പക്ഷേ ഇപ്പോൾ കുറച്ചു നാളായി ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഡ്രസ് ചെയ്യുന്നു, മേക്കപ്പ് ഇടുന്നു. ഇപ്പോൾ ആളുകൾക്ക് പ്രശ്നമുണ്ട്. ഞാൻ കുടുംബത്തിൻ്റെ കൂടെയായിരുന്നപ്പോൾ എന്നെക്കുറിച്ച് കുറ്റം പറയാൻ ഉമ്മയുടെ അടുത്ത് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ സ്പേസ് ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം എന്തു മറുപടി പറയണമെന്ന്. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നു. അവർക്കിഷ്ടമില്ലാത്ത കാര്യവും ചെയ്യുന്നു. എല്ലാവരും വന്ന് നമ്മൾ മുസ്ലിം അല്ലേ, എങ്ങോട്ടാണ് അവന്റെ പോക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ടെൻഷൻ ഉണ്ടെന്നും റിയാസ് സലീം വ്യക്തമാക്കി. ഒരു മനുഷ്യനും അവരുടെ സെക്ഷുവാലിറ്റി ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും റിയാസ് സലീം വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഹൈട്രോസെക്ഷൽ വ്യക്തികൾ അവരുടെ സെക്ഷുവാലിറ്റി തുറന്നു പറയാറില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ LGBTQ കമ്മ്യൂണിറ്റി ഒരുപാട് വേർതിരിവുകൾ നേരിട്ടിട്ടുണ്ടെന്ന് റിയാസ് സലീം ചൂണ്ടിക്കാട്ടി. സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും മുന്നിൽ എങ്ങനെ കം ഔട്ട് ചെയ്യുമെന്ന സ്ട്രഗിളിങ്ങിൽ ജീവിക്കേണ്ടി വരുന്നത് തന്നെ ദുരിത ജീവിതമാണ്. നിങ്ങൾക്ക് സെക്ഷുവാലിറ്റിയെക്കുറിച്ച് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയണ്ട. പക്ഷെ പറയുന്നത് മാറ്റമുണ്ടാകുമെന്നതിന്റെ ഉദാഹരണമാണ് കാതൽ സിനിമയെന്നും റിയാസ് സലീം ചൂണ്ടിക്കാട്ടി. അഭിനയിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും റിയാസ് സലീം വ്യക്തമാക്കുന്നുണ്ട്. ഹീറോ ആകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഹീറോയാകാനും താല്പര്യമില്ല. പക്ഷെ എനിക്ക് കഴിവുണ്ടെന്ന് നല്ല റോളുകൾ ചെയ്യാൻ പറ്റുമെന്നും അറിയാം. അതിന് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വ്യത്യസ്തരാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റോളും വ്യത്യസ്തമായിരിക്കും. എനിക്ക് വലിയ സിനിമയിൽ ഒരു റോൾ വന്നു. ഒരു ഗേ കഥാപാത്രമായിരുന്നു. ഗേ കഥാപാത്രം ചെയ്യാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കഥാപാത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ മാറി ചിന്തിക്കേണ്ടി വന്നു. നോ പറഞ്ഞു. ഒരവസരം വന്നിട്ട് നിരസിക്കേണ്ടി വന്നു. പക്ഷേ അത് കുഴപ്പമില്ലെന്നും റിയാസ് വ്യക്തമാക്കി.